അവരുടെ മുഖ്യമന്ത്രി. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാണ്. ഏതാണ്ട് 38-39 തവണ വിദേശ രാജ്യങ്ങൾ യാത്ര ചെയ്തു. സ്വാഭാവികം. അതിൽ 25 യാത്രകളും വിദേശ നിക്ഷേപത്തിന് സ്വീകരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കൊണ്ട് പോയതാ. ഒരുപാട് പ്രതിസന്ധികൾ ഫേസ് ചെയ്യേണ്ടതുണ്ട്. പാർട്ടിയെ കൺവിൻസ് ചെയ്യിക്കണം, പ്രതിപക്ഷത്തിന്റെ വായടയ്ക്കണം. പിന്നെ ഇങ്ങനെ ഒരു റയർ മെറ്റീരിയലിന്റെ ഡീലിംഗ് ആകുമ്പോ പൊതുജനങ്ങളെയും പേടിക്കണം. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു റിസ്ക് ആണ് എടുക്കുന്നത്. അദ്ദേഹം യൂറോപ്യൻ രാജ്യങ്ങളിൽ മിക്കയിടത്തും പോയി. അമേരിക്കയിൽ പോയി. എന്നെ ശരിക്കും ശ്രദ്ധിച്ചേ. ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ചു, ദക്ഷിണ കൊറിയ സന്ദർശിച്ചു, ജപ്പാൻ സന്ദർശിച്ചു. നിങ്ങളുടെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ സാറേ തീ എന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ പത്രാധിപരാണ് ഞാൻ. ഓഹോ, അത് നീയാണല്ലേ തീടം രാമേന്ദ്രൻ. 1.5 മാസങ്ങൾക്ക് മുമ്പ് വിവരാവകാശ രേഖയിലൂടെ പുറത്തുവിട്ടൊരു വസ്തുതയുണ്ട്. കേരളം ഞെട്ടിപ്പോയി. ഇതുവരെ കേരളത്തിന്റെ 200 കോടി രൂപയോളം മുടിച്ച് റിച്ച് മാൻ കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് സാബും ജേക്കബ് പറയുന്ന 7 ലക്ഷം രൂപയുടെ ഒക്കെ റൂമിൽ അന്തി ഉറങ്ങിയ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് എന്തൊരു തണുപ്പ്. ഊട്ടിയിൽ ജട്ടി വിറ്റ ഓർമ്മ. മുഖ്യമന്ത്രിക്ക് പരിവാരങ്ങൾക്കും കേരളത്തിൽ ഒരു ഇന്ത്യൻ പണി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഞാൻ ചലഞ്ച് ചെയ്തു. ആ വിവരാവകാശ രേഖ പബ്ലിക് ഡൊമൈനിലുണ്ട്. ഒരൊറ്റ പൈസ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. എന്നാൽ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. യു.പിയിലെ മുഖ്യമന്ത്രി 2 തവണ വിദേശത്ത് പോയിട്ടുള്ളൂ. 1,22,000 കോടി രൂപ യു.പിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് കിട്ടി. എന്നാൽ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. ഒരു കഥ சொல்றா സാർ. ഒരു കേരളത്തിലെ ജനങ്ങളുടെ ഇതുപോലെ ദൂർത്തടിച്ച ഭരണകൂടം കേരളത്തിലുണ്ടോ? ഭൂലോകമെമ്പാടും കേളികൊട്ടി മാലോകരെല്ലാരും വാഴ്ത്തിപ്പാടി. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്.